നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രാശിഫലങ്ങളുടെ തുടർച്ചയാണ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലൂടെ മേടം മുതൽ മിഥുനം വരെയുള്ള രാശികളുടെ ഫലങ്ങൾ വിവരിച്ചു. ഇന്നത്തെ വീഡിയോയിൽ കർക്കിടകം മുതൽ കന്നി വരെയുള്ള രാശികളുടെ പൊതുഫലങ്ങൾ വിവരിക്കുന്നു. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ലൈക്കും ഷെയറും പ്രതീക്ഷിക്കുന്നു. ഇനി വീഡിയോയിലേക്ക് കടക്കാം. കർക്കിടകം രാശിയുടെ ഫലങ്ങൾ. കർക്കിടകം രാശിയിൽ ഉൾപ്പെടുന്ന നാളുകാർ പൊതുവെ പൊക്കം കൂടിയവരും ഇരുണ്ട ദേഹപ്രകൃതിയുള്ളവരും ശാന്തപ്രകൃതരുമായിരിക്കും. നല്ല ബുദ്ധിശക്തിയുള്ള ഇവർ ബുദ്ധിപരമായ സമീപനങ്ങളിലൂടെ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുന്നവരാണ്. ഈ രാശിയിൽപ്പെടുന്ന ആളുകാർ നല്ല കുടുംബസ്നേഹികളും കഠിനാധ്വാനികളും പണം ചെലവാക്കുന്നതിൽ പിശുക്കുള്ളവരും നിശ്ചയദാർഢ്യമുള്ളവരും ഭാവനാസമ്പന്നരുമാണ്. എന്നാൽ ഇവർക്ക് പിടിവാശി കൂടുതലായിരിക്കും. തന്നിഷ്ടപ്രകാരമുള്ള ജീവിതമായിരിക്കും ഇവർ നയിക്കുന്നത്. മറ്റുള്ളവരെ ആദരിക്കാനും അംഗീകരിക്കാനും മടികാട്ടാത്തവരാണ് കർക്കിടകം രാശിക്കാർ. വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും മാതൃകാപരമായ കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കും ഇവർ. കുടുംബത്തിൻ്റെ പുരോഗതിക്കും ഉന്നമനത്തിനുമായി അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരാണിവർ. പല പ്രശ്നങ്ങളെയും അനായാസന തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. കലാരംഗത്തും കായിക രംഗത്തും ഒരേപോലെ ശോഭിക്കുന്നവരാണ് കർക്കിടകം രാശിക്കാർ. കലാമേഖലയിൽ തങ്ങളുടേതായ സ്ഥാനം ഉറപ്പിക്കുവാൻ നിശ്ചയദൃഢരായ ഇവർക്ക് സാധിക്കും. തങ്ങളുടേതായ രീതിയിൽ സഞ്ചരിക്കുവാനും പ്രവർത്തിക്കുവാനും ഇഷ്ടപ്പെടുന്ന ഈ രാശിക്കാർ നൂതനമായ ആശയങ്ങളിലൂടെ തങ്ങളുടേതായ വ്യത്യസ്തമായ ലോകം സൃഷ്ടിച്ച് മുന്നേറുന്നവരാണ്. കലാരംഗത്തും കായിക രംഗത്തും മികച്ച വിജയം നേടിയെടുക്കുവാൻ കർക്കിടകം രാശിയിൽപ്പെടുന്ന നാടുകാർക്ക് സാധിക്കും. സൗഹൃദങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും സുഹൃത്ത് ബന്ധങ്ങളിൽ ഇവർ അത്ര വിശ്വാസത പുലർത്താറില്ല എന്നതാണ് സത്യം. എന്നാൽ ഏറ്റവും അടുത്ത സ്നേഹിതരോട് അതിയായ സ്നേഹവും ആത്മാർത്ഥതയും ഇവർ പുലർത്താറുമുണ്ട്. ഇവരുടെ ബലഹീനതകളായി പൊതുവെ കാണുന്നത് കലയോടുള്ള അതിയായ അഭിനിവേശവും അതുപോലെ തന്നെ ഇവരുടെ ദുർവാശിയുമാണ്. വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാനുള്ള വ്യഗ്രത മൂലം ഇവർക്ക് മറ്റ് പല കാര്യങ്ങളും ത്യജിക്കേണ്ടി വരുന്നതാണ്. ജീവിത വിജയം കൈവരിക്കത്തക്ക വിധം വിദ്യ നേടിയെടുക്കുന്നവരാണിവർ. നൃത്തം, നാടകം, അഭിനയം മുതലായ മേഖലകളിൽ അഭിരുചിയുള്ള ഈ രാശിക്കാർ എഴുത്തിലും പ്രസംഗത്തിലും ശോഭിക്കുന്നവരാണ്. പൊതുവെ മികച്ച സാമ്പത്തിക സ്ഥിതി കൈവരിക്കുന്നവരായ കർക്കിടകക്കൂറുകാർക്ക് സ്ഥിരമായ സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കില്ല. അനാവശ്യമായ ധൂർത്തും ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമൊക്കെ ഇവരെ സാമ്പത്തിക പരാധീനതകളിലേക്ക് നയിച്ചേക്കാം. അതുപോലെ തന്നെ പാരമ്പര്യമായ രോഗങ്ങളും മാനസിക പ്രശ്നങ്ങളുമൊക്കെ ഇവരെ ബാധിക്കുന്നതാണ്. എളുപ്പത്തിൽ രോഗം ബാധിക്കുന്ന ശരീരപ്രകൃതിയായിരിക്കും ഈ രാശിക്കാരുടേത്. ഇനി ചിങ്ങം രാശിയുടെ ഫലങ്ങൾ നോക്കാം. ചിങ്ങം രാശിയിൽപ്പെട്ടവർ ഇടത്തരം ശരീരപ്രകൃതരായിരിക്കും. ആകർഷണീയമായ കണ്ണുകളും മൂക്കുമൊക്കെ ഇവരുടെ പ്രത്യേകതയാണ്. കാഴ്ചയിൽ ശാന്തസ്വരൂപരാണെങ്കിലും വളരെ പെട്ടെന്ന് പ്രകോപിതരാകുന്നവരാണിവർ. വലിപ്പച്ചെറുപ്പമില്ലാതെ
എല്ലാവരോടും ഇണങ്ങുന്ന പ്രകൃതക്കാരായ ചിങ്ങം രാശിക്കാർ പൊതുവെ അധികം സംസാരിക്കാത്തവരും പുസ്തക വായന ഇഷ്ടപ്പെടുന്നവരുമാണ്. തികഞ്ഞ അഭിമാനികളും അല്പം തലക്കനം കൂടിയവരുമാണ് ഇവരിൽ ഏറെ പേരും. കുടുംബത്തോട് വളരെയധികം ആഭിമുഖ്യം കാണിക്കുന്ന ഇവർ ഏതൊരു കാര്യവും നല്ലവണ്ണം ആലോചിച്ചുറപ്പിച്ചതിന് ശേഷമേ ചെയ്യുകയുള്ളൂ. തന്മൂലം ഒട്ടനവധി പ്രശ്നങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. സ്വതന്ത്ര ചിന്താധികാരും സ്വന്തമായ കാഴ്ചപ്പാടുകളുള്ളവരുമാണിവർ. കലാകാരന്മാരും കലാമേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുമാണ് ഇവരിൽ ഭൂരിഭാഗം പേരും. കലാരംഗത്ത് തങ്ങളുടേതായ ചുവടുറപ്പിച്ച് മുന്നേറുന്നവരാണിവർ. മാത്രമല്ല നല്ല സാഹിത്യ വാസനയുള്ളവരുമാണ് ചിങ്ങം രാശിക്കാർ. ഈ രാശിയുടെ അധിപൻ സൂര്യനാണ്. ഭാഷാ പഠനം ഇവർക്ക് ഏറെ ഇഷ്ടമുള്ള മേഖലയാണ്. തങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ അതീവ തൽപരതയോടെ പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂറുകാർ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ അഗ്രഗണ്യരുമാണ്. എങ്കിലും സാഹചര്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇവരുടെ ഒരു പോരായ്മയായി കാണപ്പെടുന്നു. ഇവരുടെ കുടുംബജീവിതം പല വെല്ലുവിളികളും നിറഞ്ഞതായിരിക്കും. പല സ്ത്രീ പുരുഷ ബന്ധങ്ങളും വിവാഹേതര ബന്ധങ്ങളും വേർപിരിയലുമൊക്കെ ഈ കൂറുകാർക്കിടയിൽ സാധാരണ കാണപ്പെടുന്നു. ഭാര്യയും മക്കളുമൊക്കെ അകന്നു കഴിയുന്നവരാണ് ചിങ്ങം രാശിക്കാരിൽ അധികം പേരും. ബിസിനസ് രംഗത്തും പ്രവർത്തന മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കും. എന്നാൽ വേണ്ടത്ര ശ്രദ്ധയില്ലായ്മ മൂലം ബിസിനസ്സിൽ ഇവർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. കുടുംബകാര്യങ്ങളിലും സുഹൃത്തുക്കളുടെ കാര്യത്തിലും വ്യാകുലപ്പെടുന്ന പ്രകൃതക്കാരാണിവർ. സുഹൃത്തുക്കൾക്ക് ഏതു വിധത്തിലുമുള്ള സഹായങ്ങൾ ഇവർ ചെയ്തു കൊടുക്കാറുമുണ്ട്. തികഞ്ഞ അഭിമാനബോധവും വിശിഷ്ട വസ്തുക്കളോടുള്ള അതിര് കവിഞ്ഞ ഭ്രമവും ഇവരുടെ സ്വകാര്യ ജീവിതത്തിന് തിരിച്ചടിയാകാറുണ്ട്. സൗമ്യമനസ്കരും സമ്പത്തിന് അധികം പ്രാധാന്യം നൽകാത്തവരുമാണ് ഈ രാശിക്കാർ. കുടുംബത്തിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഇവർക്ക് വേണ്ടുവോളം സഹായം ലഭിക്കാറുണ്ട്. പൊതുവെ ആരോഗ്യമുള്ള ശരീരപ്രകൃതരാണെങ്കിലും ഇവരിൽ സാധാരണയായി പാരമ്പര്യ രോഗങ്ങൾ കണ്ടുവരുന്നു. ഇനി കന്നിരാശി ഫലങ്ങൾ നോക്കാം. സദാ ഊർജ്ജസ്വലരായ കന്നിരാശിക്കാർ ആരെയും വകവെക്കാത്തവരും എപ്പോഴും സംസാരിക്കുന്ന പ്രകൃതക്കാരും തിരക്ക് പിടിച്ച് ജീവിതം നയിക്കുന്നവരുമാണ്. ആകർഷകമായ ശരീരപ്രകൃതിയുള്ള ഈ രാശിക്കാർ ദയയും കരുണയും ഉള്ളവരാണ്. ബുധനാണ് കന്നിരാശിയുടെ അധിപൻ. ഇവർ ചിന്താ സ്വഭാവമുള്ളവരും യുക്തിപരമായി കാര്യങ്ങളെ സമീപിക്കുന്നവരും എല്ലാ കാര്യങ്ങളെയും നന്നായി വിശകലനം ചെയ്യുന്നവരും വിനീതമായി സംസാരിക്കുന്നവരും മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരും നല്ല വൃത്തിയും വെടിപ്പുമുള്ളവരുമാണ്. ഇവർ വളരെ പെട്ടെന്ന് സ്നേഹബന്ധങ്ങളിൽ വീണു പോകുന്നവരും എന്നാൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും മോചനം നേടുന്നവരുമാണ്. ഇവർക്ക് വളരെയധികം സുഹൃത്തുക്കളുണ്ടായിരിക്കും. എന്നാൽ ദൃഢമായ സുഹൃത്ത് ബന്ധങ്ങളായിരിക്കില്ല ഇവരുടേത്. എങ്കിലും അനേകം നല്ല സുഹൃത്തുക്കൾ ഇവർക്കുണ്ടായിരിക്കും. എതിർലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങളാണ് ഇവർക്ക് കൂടുതലായി ഉണ്ടായിരിക്കുന്നത്. ഈ രാശിയിൽപ്പെട്ട നാളുകാർക്ക് കുടുംബത്തോട് പ്രത്യേക പ്രതിപത്തി ഉണ്ടായിരിക്കും. ജീവിത പങ്കാളിയെയും മക്കളെയും ജീവന് തുല്യം സ്നേഹിക്കുന്നവരാണിവർ. ഉത്തരവാദിത്തങ്ങൾ യഥാസമയം കൃത്യതയോടെ നിർവഹിക്കുന്നവരും ആണ് ഈ രാശിയിൽപ്പെടുന്ന നാളുകാർ. അതുകൊണ്ട് തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും പൊതുവെ ഭദ്രമായിരിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് ഇവർക്ക് ധാരാളം സഹായങ്ങൾ ലഭിക്കുന്നതാണ്. സന്താനങ്ങൾ മുഖേന സന്തോഷം ലഭിക്കുന്നവരാണ് ഈ രാശിക്കാർ. കന്നിരാശിക്കാർ വിശ്വസ്തരും ഉപകാരപ്പെടുന്നവരും ബിസിനസ്സിൽ അത്ര ശോഭിക്കാത്തവരുമാണ്. ബിസിനസ്സിൽ നിന്നും ചതിയും വഞ്ചനയും ഇവർക്ക് സംഭവിച്ചേക്കാം. എന്നാൽ അധ്യാപന രംഗത്ത് ഇവർ നന്നായി ശോഭിക്കുന്നതാണ്. ധാരാളം ശിഷ്യസമ്പത്തുള്ളവരായിരിക്കും
കന്നിരാശിയിൽപ്പെടുന്ന നാളുകാർ. വിനീതരും സൗമ്യപ്രകൃതികളുമായ ഇവർ യുക്തിചിന്തയുള്ളവരും സ്വന്തം ചിന്തകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നവരുമാണ്. ഇവരുടെ അധികമായ ആത്മാർത്ഥതയാണ് കന്നിരാശിക്കാരുടെ പ്രധാന ബലഹീനതയായി കാണുന്നത്. എടുത്തുചാട്ട സ്വഭാവവും നിലമറന്നുള്ള പെരുമാറ്റവും ഇവരുടെ പോരായ്മകളാണ്. ബുധൻ്റെ രാശിയായതിനാൽ വിദ്യാഭ്യാസ രംഗത്ത് ശോഭിക്കുന്നവരാണ് ഈ രാശിക്കാർ. വിദ്യയും ജ്ഞാനവും വേണ്ടുവോളം നേടുന്നവരാണിവർ. ശാസ്ത്ര സാങ്കേതിക മേഖലയിലും അധ്യാപന രംഗത്തും ഇവർ ശോഭിക്കുന്നതാണ്. നിരവധി ധനാഗമ മാർഗങ്ങളുള്ളവരായിരിക്കും കന്നിരാശി ജനിക്കുന്നവരെങ്കിലും അമിതമായി പിശുക്കുള്ളവരാണ് ഈ രാശിക്കാർ. സ്വന്തം ആവശ്യത്തിന് പോലും ഇവർ അധികമായി പണം ചെലവാക്കാറില്ല. അതുകൊണ്ട് തന്നെ മികച്ച സാമ്പത്തിക ഭദ്രതയും ഇവർക്കുണ്ടായിരിക്കും. സാഹിത്യാഭിരുചിയുള്ളവരാണ് കന്നിരാശിക്കാർ. എഴുത്ത്, വായന ഇവയൊക്കെ ഇവർക്ക് വളരെ പ്രധാനമാണ്. തിരക്കേറിയ ജീവിതം നയിക്കുന്നതിനാൽ ഇവർക്ക് മാനസിക സമ്മർദ്ദം വളരെ കൂടുതലായിരിക്കും. തന്നിമിത്തമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ ബാധിക്കാറുണ്ട്. പൊതുവെ ആരോഗ്യപൂർണമായ ശരീരപ്രകൃതിയാണ് ഇവർക്കുള്ളത്. എന്നാൽ മദ്യപാനത്തിൽ നിന്നും മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്.